എന്തേ തള്ളേ നോക്കി പേടിപ്പിക്കുന്നത്? രമണിയുടെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടു സുധി രമണിയോട് ആക്രോശിച്ചു. നീ എന്തിനാ എൻ്റെ മേലേക്ക് ചാടുന്നത്? നിന്റെ കെട്ടിയോൾ കണ്ടവൻ്റെ കൂടെ പോയതിന് ഞാനല്ല ഉത്തരവാദി. അത് നിന്റെ പിടിപ്പുകേടാ. അവനെ നോക്കി പുച്ഛിച്ചു പറഞ്ഞുകൊണ്ട് രമണി അവൻ്റെ അടുത്തു നിന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും വീണ്ടും അവർ തിരിച്ചു വന്ന് അവനെ നോക്കി. പിന്നെ വെച്ചു വിളമ്പാൻ എന്നെക്കൊണ്ട് കഴിയില്ല. വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് തിന്നോ. എനിക്കും പട്ടിണി കിടക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അതും പറഞ്ഞ് രമണി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. രമണി പോയി കഴിഞ്ഞതും സുധി റൂമിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട് അവൻ്റെ ദേഷ്യം തീർത്തു. ഒപ്പം എത്രയും പെട്ടെന്ന് ജാനിയെ കാണണമെന്നും അവൻ നിശ്ചയിച്ചു. ഒരുത്തി തന്നെ വിട്ടുപോയി, മറ്റൊരുത്തിയെ തൻ്റെ ബുദ്ധിമോശത്തിന് മറ്റൊരിടത്തേക്ക് അയക്കേണ്ടി വന്നു. രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല. വീണ്ടും എൻ്റെ കാൽക്കീഴിൽ തന്നെ എത്തും രണ്ടും. വെറുതെ ഒന്നുമല്ല, ആരുമില്ലാത്ത രണ്ടിനെയും ഞാൻ ഇത്രയും പോറ്റിയത്. അവൻ പല്ല് കടിച്ച് അവൻ്റെ ദേഷ്യം അടക്കി പിടിച്ചു. എന്തിനാ മോളെ എല്ലാവരെയും വിട്ടുപോയത്? അച്ഛനും അമ്മയ്ക്കും എല്ലാം എന്ത് വിഷമമായെന്നോ? നീ എന്തേ അവരെക്കുറിച്ചുകൂടി ചിന്തിക്കാതിരുന്നത്? വിളിക്കുമ്പോൾ എപ്പോഴും നിന്നെ പറഞ്ഞുള്ള പരിഭവങ്ങളാണ്. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് സ്നേഹ തൻ്റെ ബാഗെല്ലാം റൂമിൽ കൊണ്ടുവച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് രേവതിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. കൂടെ ദേവനും മനുവുമുണ്ട്. അതൊക്കെ കഴിഞ്ഞില്ലേ? ഞാനിങ്ങ് വന്നില്ലേ? ഞാനൊരു ടൂർ പോയെന്ന് എല്ലാവരും വിചാരിച്ചാൽ മതി. ദേ സ്നേഹേച്ചി, അത് പറയാൻ നിൽക്കേണ്ട. അഭിയേട്ടൻ വന്നിട്ടുണ്ട് എന്ന് ഞാൻ മെസ്സേജ് അയച്ചതുകൊണ്ടല്ലേ ചേച്ചി ഇപ്പോൾ വന്നത്. ഇല്ലെങ്കിലും ഇപ്പോഴും ഒളിച്ചു കഴിഞ്ഞേനെ ചേച്ചി. മനി കെറുവോടെ സ്നേഹയെ നോക്കി പറഞ്ഞു. അതേടാ, അതുകൊണ്ട് തന്നെയാ ഞാൻ വന്നത്. എൻ്റെ അഭിയേട്ടൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ദേ അമ്മേ, അഭിയേട്ടനുള്ള ഇഷ്ടം ആദ്യമേ പൊട്ടിമുളച്ച് വരുന്നുണ്ട് ചേച്ചിക്ക്. അതിനെപ്പോഴാണ് അത് ഇല്ലാതായിട്ടുള്ളത്? അന്നും ഇന്നും എനിക്ക് അഭിയേട്ടൻ കഴിഞ്ഞിട്ടേ ആരുമുള്ളൂ. അങ്ങേർക്കത് മനസ്സിലാകാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിലും എന്തിൻ്റെ കുറവായിട്ടാ അങ്ങേര് എന്നെ കല്യാണം കഴിക്കാത്തത്? സ്നേഹ ആലോചനയോടെ മൂവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ ചേച്ചി, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഞാനില്ലേ കൂടെ? അല്ലേ അച്ഛാ? മനു ദേവനെ നോക്കി ചോദിച്ചു. പിന്നല്ലാതെ, മോളുടെ കയ്യിൽ അവനെ പിടിച്ചേൽപ്പിച്ചാലേ ഇനി ഈ അച്ഛനും അമ്മയ്ക്കും ഈ അനിയനും സമാധാനം കിട്ടൂ. മോളുടെ അച്ഛനോടും അമ്മയോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. മോള് വന്നെന്നറിഞ്ഞപ്പോൾ രണ്ടുപേരും ഫോണിലൂടെ കരച്ചിലായിരുന്നു. അവർക്ക് നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? നിന്നെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവുമില്ല. ദേവൻ സെന്റിയടി തുടങ്ങി. അച്ഛാ, ആനക്കാര്യം പറയുമ്പോൾ ചേനക്കാര്യം പറയാൻ നിൽക്കല്ലേ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അഭിയേട്ടൻ്റെയും സ്നേഹച്ചേച്ചിയുടെയും കല്യാണമല്ലേ. അതിൻ്റെ ഇടയിൽ എന്തിനാ ഈ സെന്റി മൂടും കൊണ്ട് വരുന്നത്? മനു ചോദിച്ചതും മനുവിനോട് തംസപ്പ് കാണിച്ച് സ്നേഹയും അവൻ്റെ കൂടെ കൂടി. ഓ സോറി, അവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം നിന്നോടൊപ്പം ഇവിടെ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും കൂടി കല്യാണക്കാര്യം തീരുമാനിക്കാം. എൻ്റെ അച്ഛാ, നമ്മൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അതിന് ഋഷ്യശൃംഗൻ കൂടി സമ്മതിക്കേണ്ടേ? 2 വർഷത്തിനു ശേഷം മനുഷ്യൻ വന്നിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ആ കോന്തൻ. എൻ്റെ മോളെ, അഭിയെ നിനക്കറിയാവുന്നതല്ലേ. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ദേവൻ ഉറപ്പുപോലെ സ്നേഹയോട് പറഞ്ഞു. രേവതിയും മനുവും അത് ഏറ്റുപിടിച്ചു. അല്ലെങ്കിലും ഇനിയും അഭിയേട്ടനെ കൈവിടില്ല എന്ന ഉറപ്പിനോടെ തന്നെയാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരിക്കൽ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിയതാണ് ആ മനുഷ്യനെ, അതും ആ ദുഷിച്ച അവൾക്ക് വേണ്ടി. അന്ന് അഭിയേട്ടന് വേണ്ടി എല്ലാവരോട് തർക്കിക്കാനും സംസാരിക്കാനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ആ മനുഷ്യൻ പോകുമ്പോൾ എന്നെ കൂട്ടിയില്ല. അതിൻ്റെ ദേഷ്യം തന്നെയായിരുന്നു ഈ നാടുവിടൽ. പക്ഷേ എവിടെ പോയിട്ടും അഭിയേട്ടൻ ഹൃദയത്തിലേക്ക് തറച്ചു കയറിയതല്ലാതെ അതിൽ നിന്ന് ഒരു പിന്തിരിപ്പും ഉണ്ടായിരുന്നില്ല. തൻ്റെ ജീവന്റെ പാതി തന്നെയാണ് അഭിയേട്ടൻ. ഓർമ്മ വെച്ച നാൾ മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്നയാൾ. എന്നിട്ടും എന്തേ അഭിയേട്ടൻ എൻ്റെ സ്നേഹം കാണാത്തത്? ഞാൻ എന്തു ചെയ്തിട്ടാ? അച്ഛൻ പണ്ട് എന്തോ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ മുകളിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുകയാണ്. അപ്പോഴും എൻ്റെ മനസ്സ് കാണാൻ അഭിയേട്ടൻ തയ്യാറാകാത്തതെന്തേ? എന്താ മോളെ ആലോചിക്കുന്നത്? കുറച്ചു നേരം സ്നേഹ സൈലന്റ് ആയത് കണ്ട് രേവതി ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ എന്തൊക്കെയോ. അല്ല അമ്മേ, അതെന്താ കണ്ണേട്ടൻ്റെ ഭാര്യ ആരുടെയും കൂടെ കൂടാത്തത്? ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാ. ആള് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടേയില്ല. രാവിലെ മുതൽ സ്നേഹ ജാനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താൻ അങ്ങോട്ടേക്ക് അടുപ്പം കാണിച്ചു പോയാലും ഒരു ചിരിയിൽ ഒതുക്കും. കാണുന്ന സമയമെല്ലാം എന്തെങ്കിലും ജോലി ചെയ്തു കൊണ്ടേയിരിക്കും. ഉച്ചയായിട്ടും അവൾ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പോഴും അവളെ പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. എന്ത് പറയുമ്പോഴും നോക്കുമ്പോഴും അവളുടെ കണ്ണിൽ ഭയം തങ്ങി നിൽക്കുന്നുണ്ട്. തന്നെക്കാളും ഇളയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ഇളയതാണ് എന്നല്ല, കൂടിപ്പോയാൽ 20 വയസ്സ്, അത്ര മാത്രമേ ആ കുട്ടിക്കുണ്ടാകൂ. എന്നിട്ടും ഇത്രയും ഏജ് ഡിഫറൻ്റ് ആയിട്ട് എങ്ങനെ കല്യാണം കഴിച്ചു? സ്നേഹയ്ക്ക് പല ചോദ്യങ്ങളും ജാനിയെ കണ്ടപ്പോൾ തൊട്ടേ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ സ്നേഹച്ചേച്ചി, അതിന് ഏട്ടത്തി ഇവിടുത്തെ വേലക്കാരിയല്ലേ? മനു പറഞ്ഞതും ദേവൻ അവനെ മെല്ലെ ഒന്ന് കൈക്ക് തല്ലി.
അങ്ങനെയൊന്നുമല്ല മോളെ, അത് അന്ന് കണ്ണൻ എന്തോ ദേഷ്യത്തിനു പറഞ്ഞു പോയതാ. അതിനുശേഷം ആ കുട്ടി അങ്ങനെയാണ്. ആരോടും കൂടുകയുമില്ല, ആരുടെ കാര്യത്തിലും ഇടപെടുകയുമില്ല. അങ്ങനെയൊന്നുമല്ല ചേച്ചി, അച്ഛൻ കണ്ണേട്ടൻ്റെ ഭാഗം കൂടി പറയുകയാണ്. ഞാൻ പറയാം. കല്യാണം നടന്നതു മുതൽ ഇതുവരെ ഇവിടെ സംഭവിച്ചതെല്ലാം. പിന്നെ മനു ഓരോ കാര്യങ്ങളും സ്നേഹയോട് പറയാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ സ്നേഹയ്ക്ക് അതിശയം തോന്നിപ്പോയി. കണ്ണേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാകുമെന്ന് സ്നേഹ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇതൊക്കെ കേട്ടുകൊണ്ട് രേവതിയും ദേവനും തല കുനിച്ചു നിൽപ്പുണ്ട്. ഇതൊക്കെയാണ് ചേച്ചി ഇന്നലെ വരെ ഇവിടെ നടന്നത്. പിന്നെ എങ്ങനെയാ ഏട്ടത്തി എല്ലാവരുടെയും കൂടെ കൂടേണ്ടത്? അതിനും ഏട്ടൻ വഴക്ക് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ആരുടെയും കൂടെ കൂടാത്തത്. അതിനെ കാണുമ്പോൾ തന്നെ സ്നേഹേച്ചിക്ക് മനസ്സിലായി കാണില്ലേ സ്വഭാവം എന്താണെന്ന്. ഏട്ടത്തി ഇവിടെ വന്നതിന് ശേഷം ഇന്നാണ് ഞാൻ അതിനെ കണ്ണുനീരില്ലാതെ കാണുന്നത്. എന്തൊക്കെയാ വല്യച്ഛ ഈ കേൾക്കുന്നത്? ഈ 21-ാം നൂറ്റാണ്ടിലും ഇതൊക്കെയുണ്ടോ? ഞാനൊന്ന് കണ്ണേട്ടനെ കാണട്ടെ. സ്നേഹ ദേഷ്യത്തോടെ എഴുന്നേറ്റ് കണ്ണന്റെ അടുത്തേക്ക് പോകാൻ നോക്കിയതും മനുവും ദേവനും അത് തടഞ്ഞു. വേണ്ട മോളെ, അവനായി തന്നെ ആ കുട്ടിയെ സ്നേഹിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അതിനെ അവന് മനസ്സിലാകും. നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവൻ സ്വയം മനസ്സിലാക്കി അവളെ സ്നേഹിക്കുന്നതല്ലേ. ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും തിരുത്തണം എന്ന് വെച്ച് അവന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറ്റുന്നത് ശരിയല്ലല്ലോ, ദേവൻ നിസ്സംഗഭാവത്തിൽ പറഞ്ഞു. ദേവൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് സ്നേഹയ്ക്കും മനസ്സിലായി. അതോടൊപ്പം ജാനിയെ മാറ്റിയെടുക്കണമെന്നും. ഇങ്ങനെ പാവം പിടിച്ചു നടന്നാൽ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. സ്വന്തം വ്യക്തിത്വത്തെ വരെ ചോദ്യം ചെയ്താൽ പോലും ഒന്നും പറയാൻ കഴിയാതെ നിൽക്കേണ്ടി വരും. ഇന്നത്തെ കാലത്ത് പ്രതികരിക്കാൻ ശേഷിയില്ലെങ്കിൽ അവളുടെ ജീവിതം നരകതുല്യമായിരിക്കും. സ്നേഹ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി. അവളെ മാറ്റിയെടുക്കണം എന്ന തീരുമാനത്തിൽ. നീ സ്നേഹയെക്കുറിച്ചാണോ ആലോചിക്കുന്നത്? വിഷ്ണു ടെറസിലേക്ക് വന്നതും ഒരു ബിയർ കുപ്പിയും കയ്യിൽ പിടിച്ച് അഭി ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോഴേ വിഷ്ണുവിന് കാര്യം മനസ്സിലായി. അവന്റെ മനസ്സ് വിങ്ങുന്ന സമയം മാത്രമേ അവൻ ലഹരിയെ കൂട്ടുപിടിക്കാറുള്ളൂ. ഇപ്പോൾ അവന്റെ മനസ്സിൽ വിങ്ങാനുള്ള കാരണം സ്നേഹമാണെന്ന് വിഷ്ണുവിന് അറിയാം. അവളെ മനസ്സിലാക്കാത്ത ഞാൻ എന്തൊരു വിഡ്ഢിയാ അല്ലേടാ. ബിയർ കുപ്പിയിൽ നിന്ന് ഓരോ സിപ്പായി കുടിച്ചുകൊണ്ട് അവൻ വിഷ്ണുവിനെ നോക്കി. അവൾ തിരിച്ചു വന്നില്ലേടാ. പിന്നെ എന്താ? നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിലും അവൾക്കല്ലായിരുന്നല്ലോ, നിനക്കല്ലേ പ്രശ്നമുണ്ടായത്. നിന്റെ ഈഗോ ആയിരുന്നു അവളുടെ സ്നേഹം നീ മനസ്സിലാക്കാതെ പോയതിനുള്ള കാരണം. വിഷ്ണുവും അഭിയുടെ അടുത്ത് നിന്ന് ഒരു ബിയർ എടുത്ത് പൊട്ടിച്ചു കുടിക്കാൻ തുടങ്ങി. അതെ, എൻ്റെ ഈഗോ തന്നെയാണ്. അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നറിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. തന്തയും തള്ളയും ഇല്ലാത്തവനൊന്നും എൻ്റെ മകളെ ഞാൻ കൊടുക്കില്ല. സ്വന്തം നിലവാരമെന്തെന്ന് സ്വയം മനസ്സിലാക്കണം. നീ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ? മാമൻ അന്നേരത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞെന്ന് വെച്ചു. അല്ലടാ, അദ്ദേഹം പറഞ്ഞതിലും കാര്യമില്ലേ. ഞാൻ അനാഥ തന്നെയല്ലേ. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. നിങ്ങളുടെ കാരുണ്യത്തിൽ ഞാൻ ഇവിടെ ജീവിക്കുന്നു. ടാ കോപ്പെ, ഇനി ഇമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് എന്നാടാ ഞങ്ങളൊക്കെ അന്യനായത്? ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഒരിക്കൽ ആ നാശം പിടിച്ചവളുടെ വാക്ക് കേട്ട് നിന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ. പക്ഷേ എന്നെയും മനുവിനെയും പോലെ അച്ഛനും അമ്മയ്ക്കും നീ അവരുടെ മകൻ തന്നെയല്ലേ. അച്ഛൻ്റെ സ്വന്തം അനിയത്തിയുടെ മകനല്ലേ നീ. മരിക്കുമ്പോഴും നിന്റെ അമ്മയ്ക്ക് അച്ഛൻ കൊടുത്ത വാക്കാണ് നിന്നെ തനിച്ചാക്കില്ലെന്ന്. എന്നിട്ടും എന്തിനാടാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ? അറിയില്ലടാ, പേടിയാ മനസ്സിന്. ഇനിയും അന്ന് നടന്നതുപോലെ എന്തെങ്കിലും. അഭിക്ക് പറയാൻ കഴിയാതെ കണ്ണുകൾ നിറഞ്ഞു വന്ന് വിതുമ്പിപ്പോയി. അന്ന് നടന്ന സംഭവങ്ങൾ അവന്റെ മനസ്സ് അത്രയും വേദനിച്ചിരുന്നു. ജീവിതം പോലും അവസാനിപ്പിച്ചാലോ എന്ന് പോലും അവൻ ആലോചിച്ച സമയം. സ്വന്തമെന്ന് കരുതിയവർ പോലും തള്ളിക്കളഞ്ഞ നിമിഷങ്ങൾ. ഇനിയും അങ്ങനെയൊന്നും ഉണ്ടാകുമോ എന്നോർത്ത് പേടിയാണ്. ജീവിതം വീണ്ടും തുലാസിലാടുമോ എന്നോർത്തും. ജാനകി! മനക്കിലേക്ക് സുതി കയറിയതും ജാനിയെ ആർത്തു വിളിച്ചു. ആരും തന്നെ ഹാളിൽ ഉണ്ടായിരുന്നില്ല. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും മയങ്ങുന്ന സമയമാണ്. ജാനി മാത്രം അടുക്കള ചായപ്പിനടുത്ത് ഇരിക്കുന്നുണ്ട്. ജാനകി! സുതി വീണ്ടും അലറി വിളിച്ചു. ആ വിളി ജാനി കേട്ടു. അയ്യോ, സുതിയേട്ടൻ്റെ ശബ്ദമല്ലേ. സുതിയേട്ടന് ദേഷ്യം വരുമ്പോൾ എന്നെ വിളിക്കുന്നതാണ് അങ്ങനെ. ജാനി ചായപ്പിൻ്റെ അടുത്ത് നിന്ന് വേഗം എഴുന്നേറ്റ് അടുക്കള വഴി ഹാളിലേക്ക് ഓടിപ്പോയി. ഹാളിൽ നിൽക്കുന്ന ആളെ കണ്ടവൾ തറഞ്ഞു നിന്നു. ക്രൂരഭാവത്തോടെ നിൽക്കുന്ന സുതിയേട്ടൻ. പല രാത്രികളിലും താൻ കണ്ടിരുന്നു മുഖം. അവൾക്ക് അവൻ്റെ ആ മുഖം കാണുമ്പോൾ പേടിയായി തുടങ്ങി. അവൾ അവനെ പേടിയോടെ നോക്കി നിന്നു. ജാനകി! ജാനിയെ കണ്ടതും സുതി കോപത്തോടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുടിയിൽ പിടിച്ചു. അവളെവിടെ? അവൻ അവളുടെ മുടിയിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി. സുതിയേട്ടാ, വിട്, എനിക്ക് വേദനിക്കുന്നു. അവൾ അവൻ്റെ കയ്യിൽ നിന്ന് കുതറുകയാണ്. എവിടെയാടി മീര? അവൻ അവളുടെ മുടിയിൽ നിന്ന് കൈയെടുത്ത് അവളുടെ കരണം നോക്കി ആഞ്ഞടിച്ചു. അവൾ അടിയിൽ താഴേക്ക് വീണു. താഴേക്ക് വീണവളെ അവൻ വീണ്ടും പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് വീണ്ടും തല്ലി.
പറയടി, അവൾ എങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല സുധിയേട്ടാ. അവൾ ആർത്തു കരയാൻ തുടങ്ങി. വേദന അവൾക്ക് തലയ്ക്ക് അറിയാൻ തുടങ്ങി. വീണ്ടും വീണ്ടും അവൻ്റെ പ്രഹരത്തിൽ അവളുടെ ചുണ്ട് പൊട്ടി ചോര ഒഴുകാൻ തുടങ്ങി. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് ഞാൻ… പറയടി, മീര എവിടെയാ പോയത്? അവൻ അവളെ വീണ്ടും അടിക്കാൻ തുടങ്ങിയതും ശബ്ദം കേട്ട് രേവതിയും ദേവനും റൂമിൽ നിന്ന് ഓടി വന്നു. അയ്യോ മോളെ! രേവതി വന്നു അവളെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റാൻ നോക്കി. പക്ഷേ ആ ശ്രമം തടഞ്ഞുകൊണ്ട് രേവതിയെ സുധി തള്ളിയിട്ടു. അമ്മേ! ജാനി അമ്മയെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും സുധി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരണം പുകച്ച് ഒന്നുകൊടുത്തു. ദേവനും അവനെ തള്ളിമാറ്റാൻ നോക്കിയിട്ട് കഴിയുന്നുണ്ടായില്ല. കണ്ണാ, അഭി, ഓടിവാടാ! വീണടത്ത് നിന്ന് എഴുന്നേറ്റ് രേവതി സ്റ്റെപ്പിൻ്റെ പകുതി വരെ കയറി അലറി വിളിച്ചു. ആ അമ്മയ്ക്കും അച്ഛനും അവനെ തടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ സമയം കൊണ്ട് തന്നെ ജാനിയെ അവൻ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. എടാ, അമ്മയുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്? ടെറസിൽ രണ്ടുപേരും ഓരോ ബിയറും അടിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. രേവതിയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് അഭി ഞെട്ടി ഉണർന്നു. അമ്മയുടേതോ? വിഷ്ണു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അഭിയെ നോക്കി. അതെ, അമ്മ കരയുന്ന ശബ്ദമല്ലേ കേൾക്കുന്നത്? അഭി അവിടെ നിന്നും എഴുന്നേറ്റ് വിഷ്ണുവിനോട് പറയലും വീണ്ടും താഴെ നിന്ന് ശബ്ദം കേൾക്കലും ഒരുമിച്ചായിരുന്നു. രണ്ടുപേരും വേഗം എഴുന്നേറ്റോടി. അവർ മുകളിൽ നിന്ന് ഓടുന്ന ശബ്ദം കേട്ട് മനുവും സ്നേഹയും റൂമിൻ്റെ വാതിൽ തുറന്നു. അപ്പോഴുണ്ട് ജാനിയുടെ കരച്ചിലും രേവതിയുടെ കരച്ചിലും ദേവന്റെ ഉറക്കെയുള്ള ശബ്ദമൊക്കെ എല്ലാവരും കേൾക്കുന്നു. എല്ലാവരും പേടിയോടെ താഴേക്ക് ഓടി സ്റ്റെപ്പ് ഇറങ്ങി. പറയടി, എവിടെയാടി മീര? വീണ്ടും ജാനിയെ അടിക്കാൻ തുടങ്ങിയതും വിഷ്ണു വന്ന് അവൻ്റെ കൈക്ക് കയറി പിടിച്ചു. ഒപ്പം സുധിക്കിട്ട് ഒന്ന് പൊട്ടിക്കുകയും ചെയ്തു. അവൻ്റെ അടിയിൽ സുധി ഒന്ന് വേച്ചുപോയി. പക്ഷേ അതിലൊന്നും സുധി അടങ്ങിയില്ല. അവൻ വീണ്ടും ജാനിയുടെ നേർക്ക് പോയതും അഭിയും മനുവും വന്ന് സുധിയെ തടുത്തു. വിടടാ പട്ടികളെ എന്നെ! സുധി അവരുടെ കയ്യിൽ നിന്ന് കുതറി. ഒപ്പം ദേഷ്യത്തോടെ ജാനിയെ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ജാനി തളർന്ന് ഒരു ഭാഗത്ത് വീണിരുന്നു. അവളുടെ അടുത്ത് രേവതിയും സ്നേഹയും നിറകണ്ണുകളോടെ ഇരിപ്പുണ്ട്. എൻ്റെ ഭാര്യ എവിടെയാണെന്ന് അവളോട് ചോദിക്കടാ! സുധി അലറിക്കൊണ്ട് ജാനിയുടെ നേർക്ക് വീണ്ടും തിരിയാൻ തുടങ്ങിയതും വിഷ്ണു അവൻ്റെ കരണം പുകച്ച് ഒന്നുകൊടുത്തു. വീട്ടിൽ കയറി പെണ്ണിനെ തൊടുന്നോ? വിഷ്ണു അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വീണ്ടും ഒന്നുകൊടുത്തു. ഞാൻ നിങ്ങൾക്ക് വിറ്റത് കൊണ്ടല്ലേടാ അവളെ നിനക്ക് കിട്ടിയത്. നിയമപരമായി നിങ്ങൾ വിവാഹിതരല്ലല്ലോ. ഒരു താലി കെട്ടി എന്നേയുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇവളെ പിടിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാം. എന്താടാ നായേ നീ പറഞ്ഞത്? വിഷ്ണു വീണ്ടും അടിക്കാൻ തുടങ്ങിയതും ദേവൻ തടഞ്ഞു. ഇവനെ തൊട്ടാൽ നിന്റെ കൈ നാറും മോനെ! ദേവൻ ദേഷ്യത്തോടെ സുധിയെ നോക്കിക്കൊണ്ട് വിഷ്ണുവിനോട് പറഞ്ഞു. ഓ, ഇപ്പോൾ പുണ്യാളനാകാൻ നിൽക്കണ്ടടോ താൻ. തൻ്റെ മകൻ്റെ ഡിവോഴ്സ് നടക്കാത്തത് കൊണ്ടല്ലേ താൻ പൈസയും തന്ന് ഈ പെണ്ണിനെ ഇവിടെ കയറ്റിയത്. അല്ലാതെ മനക്കയിലെ തറവാട്ടുകൾ അവളുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ലല്ലോ. സുധി വായിൽ തോന്നിയതെല്ലാം ദേവനോട് വിളിച്ചു പറയാൻ തുടങ്ങി. അതേടോ, താൻ അങ്ങനെ തന്നെ വിചാരിച്ചോ? ഞാൻ താലി കെട്ടിയ പെണ്ണല്ലേ, അപ്പോൾ എൻ്റെ ഭാര്യ തന്നെയാണ് അവൾ. അവളെ തൊടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? വിഷ്ണു അവൻ്റെ അടുത്തേക്ക് ദേഷ്യത്തോടെ അടിക്കാൻ പോയതും ദേവൻ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചു. അടിക്കുംടാ, ഇനിയും വേണ്ടി വന്നാൽ ഞാൻ അടിക്കും. അതിന് തന്നെയാ ഞാൻ ഇവളെ വളർത്തിയത്. ഇങ്ങനെ ഒരുപാട് കൊണ്ടും കൊടുത്തും തന്നെയാണ് ഇവൾ ഇവിടം വരെ എത്തിയത്. നിന്നെപ്പോലെ ഒരുത്തന് കെട്ടിച്ചു തന്നതും. വായിൽ നിന്ന് വന്ന ചോര തുപ്പിക്കൊണ്ട് സുധി വിഷ്ണുവിൻ്റെ നേർക്ക് ആക്രോശിച്ചു. മീര എവിടെ പോയെന്ന് അവളോട് ചോദിക്ക്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സുധിയെ അറിയാഞ്ഞിട്ടാ. ഇവളെ എവിടുന്ന് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അതിനും ഈ സുധിക്ക് പറ്റും. ധൈര്യമുണ്ടെങ്കിൽ നീ ഒന്ന് ചെയ്തു നോക്കടാ! വിഷ്ണു വീണ്ടും അവനോട് അലറി. ചെയ്തു നോക്കാനൊന്നുമില്ല. ഒരു പോലീസ് കേസ് കൊടുത്താൽ മതി. ഒന്നും കാണാതെ ഒന്നുമല്ല ഇവളെ തനിക്ക് കെട്ടിച്ചു തന്നത്. ഡൈവോഴ്സ് ആകാതെ നീ പറ്റിച്ചു കെട്ടിയതാണെന്ന് ഞാൻ പറയും. അവളെ വളർത്തിയതും ഇത്ര വരെ ആക്കിയതും ഈ ഞാനല്ലേ. അതുകൊണ്ട് കൂടുതൽ എന്നോട് കളിക്കാൻ നിൽക്കണ്ട. ഡാ! അഭി ദേഷ്യം കൊണ്ട് അവൻ്റെ കൈപ്പിടിയിലുള്ള സുധിയെ തള്ളി താഴേക്കിട്ടു. എന്ത് അനാവശ്യമാടാ നീ പറയുന്നത്? അഭി താഴെ കിടക്കുന്നവനെ പിടിച്ചുയർത്തി വീണ്ടും അടിക്കാൻ തുടങ്ങിയതും. ചോദിക്ക്, ഞാൻ പറഞ്ഞത് കള്ളമാണോ എന്ന്? സുധി അഭിയുടെ നേർക്ക് ചീറി. അതേസമയം ദേവനെയും രേവതിയെയും ഒന്ന് നോക്കി. അവരുടെ രണ്ടുപേരുടെയും മുഖത്തെ ഭാവം വ്യക്തമാക്കുന്നുണ്ട് സുധി പറഞ്ഞത് സത്യമാണെന്ന്. അഭി അവൻ്റെ കോളറിൽ നിന്ന് പതുക്കെ കൈയെടുത്തു. ഇപ്പൊ മനസ്സിലായില്ലേ? സുധിയോട് കളിക്കാൻ നിൽക്കേണ്ട. എൻ്റെ ഭാര്യ എവിടുണ്ടെന്ന് അവളോട് പറയാൻ പറ. അതറിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. സുധി ദേഷ്യത്തോടെ ജാനിയെ നോക്കിയാണ് എല്ലാവരോടും പറയുന്നത്. എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ചേച്ചി പോകുമെന്ന് പറഞ്ഞിരുന്നു. എവിടേക്കാണ് എന്നൊന്നും പറഞ്ഞില്ല. നിറഞ്ഞ മിഴിയാലെ അവൾ തൊഴുതു പറഞ്ഞു. മുഖമെല്ലാം നീര് വന്ന് തുടുത്തിട്ടുണ്ട് പെണ്ണിൻ്റേത്. ചുണ്ടിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ട്. കണ്ണിൽ നിന്ന് തീയാണോ പുറത്തേക്ക് വരുന്നതെന്ന് പറയുന്ന അവസ്ഥയിലാണുള്ളത്. ആരുടെ കൂടെയാടി അവൾ പോയത്? അവൻ ഏതവനാ? സുധി വീണ്ടും ദേഷ്യത്തോടെ ജാനിയുടെ അടുത്തേക്ക് അടുത്തു. ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി കാണുന്ന കൂട്ടുകാർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.